അങ്ങനെ നമ്മുടെ നിധി സുധീഷിനോട് പറയുന്നുണ്ട് സുഭാഷ് ചേട്ടന് കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് എന്തായാലും സുധീഷ് ശൂലം കുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ശൂലം കുത്തുന്നുണ്ട് നമ്മുടെ സുധീഷ് നിധിക്ക് വേണ്ടിയിട്ട്. നിധി പറഞ്ഞതല്ലേ, നിധിയോട് സ്നേഹം എങ്ങനെയെങ്കിലും പിടിച്ച് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ നിധി പറഞ്ഞതൊക്കെ അനുസരിച്ചിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും പേടിയൊക്കെ ആവുന്നുണ്ട്, നമ്മുടെ സുധീഷിന് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട്. എന്തായാലും എല്ലാം കഴിയുന്നുണ്ട്, എല്ലാ വഴിപാടും കഴിഞ്ഞിട്ട് നമ്മുടെ വെളിച്ചപ്പാട് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും എന്നെ കാണാൻ ഈ തറവാട്ടമ്പലത്തേക്ക് എത്തിയല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായി. അതെന്തായാലും ഇനി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിലെല്ലാതും ഐശ്വര്യമൊക്കെ സംഭവിക്കും. ആ സമയത്ത് നമ്മുടെ നീതി ചോദിക്കുന്നുണ്ട് സുഭാഷ് ചേട്ടൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വെളിച്ചപ്പാട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നടക്കും, നടക്കാതെ പോയ കല്യാണം നടക്കും, മുടങ്ങി കിടക്കണ കല്യാണം മുടങ്ങി ഉള്ള അവസ്ഥയിൽ അതൊക്കെ നേരെയാവും എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കും. നമ്മുടെ സുധീഷിനാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് നമ്മുടെ സുധീഷിന് വേദനിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നീതി മുതുകൊക്കെ നോക്കുന്നുണ്ട്, ഒക്കെ ആ കാവടിയൊക്കെ എടുത്തതിന് അതൊക്കെ നോക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ഭസ്മൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മൾ സുധീഷ് പറയുന്നുണ്ട് നിധി നമുക്ക് എല്ലാവർക്കും രണ്ടാൾക്കും കൂടി ഒരു റൗണ്ട് പോയി വരിക എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഇവിടെ വെറുതെ ഭയങ്കര ബോറടിക്കുകയാണ്, ഒന്ന് പുറത്ത് കൂടെയൊക്കെ പോയി കറങ്ങി വരിക ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട് ആയിക്കോട്ടെ നമുക്ക് പുറത്ത് കൂടെയൊക്കെ ഒന്ന് കറങ്ങി വരാം, സുധീഷ് ഞാൻ പറഞ്ഞതൊക്കെ കേട്ടല്ലേ, അതുകൊണ്ട് നമുക്ക് എന്തായാലും പുറത്ത് കൂടെ കറങ്ങി വരാമെന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെ നമ്മൾ പോവാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മണിയേട്ടൻ ഇവിടെ സൈക്കിൾ വെച്ച് പോയിട്ടുണ്ട്, നമുക്ക് അതിൽ പോവാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷും നിധിയും കൂടി സൈക്കിളിൽ, ആദ്യം നിധി ബാക്കിലാണ് ഇരിക്കുന്നത്. നിധി ബാക്കിൽ ഇങ്ങനെ സുധീഷ് ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ നമ്മുടെ നിധി അതൊന്ന് വീഴാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഒരു പെണ്ണ് വന്ന് പറയുന്നുണ്ട് എന്തിനാ മോളെ നീ ബാക്കിലിരുന്ന്, ഈ റോഡ് മുഴുവൻ നന്നല്ല, അതുകൊണ്ട് മുന്നിലിരുന്ന് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ട്. എന്തായാലും നിധി മനസ്സിലോടെ മുന്നിലിരിക്കുമ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ വലിയ സന്തോഷമുണ്ട്. അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് അവൻ ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് നിധിയുടെ മുടിയുടെ ഒക്കെ മണക്കണം ഒക്കെ ചെയ്യുന്നുണ്ട്. അവന് വലിയ സന്തോഷമുണ്ട്. എന്നിട്ട് അവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട് മതി മതി ഇനി വീട്ടിലേക്ക് പോവാം, എനിക്ക് വല്ലാത്ത വിശപ്പ്, ഇനി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷിനാണെങ്കിൽ വല്ലാതെ വിഷമം വരുന്നുണ്ട്, വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ നിധിയാണെങ്കിൽ ഇറങ്ങാൻ പറ്റാതെ സുധീഷ് ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറഞ്ഞ കൈ എടുത്താലല്ലേക്ക് ഇറങ്ങാൻ പറ്റൂ, അല്ലാതെ എങ്ങനെ ഇറങ്ങുക. ആ സമയത്ത് നമ്മുടെ സുധീഷ് കൈയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷിന് വലിയ സന്തോഷമുണ്ട്, പാട്ടും ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധിയും സുധീഷും കൂടുതൽ അടുത്ത് തന്നെ വരുന്ന ദിവസം കൂടുന്ന സമയത്ത് ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.